അപ്പൊ നമ്മൾ ഇന്ന് എല്ലും കപ്പയും അമ്മയുടെ കുഞ്ഞമ്മ ഇടുക്കിന്ന് ആലപ്പുഴ വരെ ബീഫ് കൊണ്ടുവന്നു എല്ലും കപ്പ ഉണ്ടാക്കാൻ. അതെ, ബീഫും എല്ലും കൂടെ 1/2 കിലോ ഇറച്ചി 1/2 കിലോ എല്ലും. എന്താ ഇവിടുന്ന് ഉണ്ടായത്? പിന്നെന്താ അവിടുന്ന് കൊണ്ടു തന്നെ? അവര് വന്നപ്പം കല്യാണത്തിന് വന്നപ്പോ സ്നേഹം കൊണ്ട് കൊടുത്ത കേട്ടാ ബീഫ് എല്ലും കപ്പയും. അപ്പൊ നമുക്കിന്ന് എല്ലും കപ്പ വെക്കാം. സ്നേഹം കൊണ്ടൊന്നും അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, പിന്നെ ആദ്യമേ തന്നെ പറയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുക, സത്യവ. ഇപ്പൊ കണ്ടോണം, ആദ്യമേ അങ്ങ് പറഞ്ഞു. ആദ്യമേ ഇത് രണ്ടും കൂടി ഇട്ട് ചുമ്മാ 1 സ്പൂൺ മുളക് പൊടി, ശാലം കൂടി ഇട്ടോ. അറിയത്തില്ല, കണക്കറിയാത്തോണ്ട് അങ്ങനെ പറയാം. പിന്നെന്താ അടുത്തത്? കുരുമുളക് പൊടി. ഇട്ടപ്പം കുരുമുളകിന്റെ നല്ല ഒതന്റിക് മണം. കുരുമുളകിന്റെ വരും ഒതന്റിക് കുരുമുളക്. ഇതെന്തുവാ? ഇത് ഒരു ശകലം പെരിഞ്ചീരവും പിന്നെ കറുവപ്പട്ട അതെല്ലാം കൊണ്ടിട്ട് പൊടിച്ചത്, ഞാൻ തന്നെ പൊടിച്ചതാ. അതുകൊണ്ടിട്ട് അത് കാണുമ്പോ അറിയാം ഞാൻ പൊടിച്ചത്. തീരാറായി. ഫോൺ വിളിക്കുന്നു, ഞങ്ങൾ എടുത്തോളാം. ബാടാ മോനെ. ഇത് ഇപ്പം പൊടിയായിട്ട് വിട്ട്. പിന്നെ മഞ്ഞപ്പൊടി ഒരു 2 സ്പൂൺ ഇരുന്നോട്ടെ. ഒരു 10-20 കൊച്ചുള്ളി ഉണ്ടായിരുന്നു, ചെറുതാ. ഒരു 3-4 പച്ചമുളക്, 2-3 സവാള, ഒരു 3 അല്ലി പിന്നെ വെളുത്തുള്ളി, 2-3-4 കഷ്ണം ഇഞ്ചി. അതിൽ ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചത് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടേക്കണം. 2-3-4 കൊച്ചുള്ളിയും കൂടെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, 2 സവാളയും കൂടെ. ഇത്രയും കൂടെ അങ്ങ് ചോവിന് പെരട്ടണം. നല്ല നെയ്യുമൊക്കെ ഉണ്ട്. നെയ്യ് ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ നമ്മൾ നല്ലോണം അങ്ങ് പെരട്ടി കുക്കറിനകത്തോട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് വേവിക്കാം. നമുക്ക് വേണ്ട മോനെ, വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നമുക്കല്ലാതെ ഇപ്പം കടുക് വറക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. കുക്കറിനകത്തോട്ട് ഇടുക. ശ്രീകുട്ടൻ കഴിക്കാതെ പോരുവാ പോയേക്കുന്നത് എങ്ങാണ്ട് ഇത് തിന്നാനായിട്ട്. എന്തായാലും വെക്കുക. കളിയാക്ക് കുറേട്ടെ. എന്നും ബഹളവാ. ഇത് കറിവേപ്പില ഇച്ചിരി ഏറെ ഇടട്ടെ, ഒരു മണമൊക്കെ വരട്ടെ. അവന്മാരല്ലെങ്കിൽ പറയും മണമില്ലെന്ന്. കുറ്റം കണ്ടുപിടിക്കാനിരിക്കുക. നമുക്ക് ഒരു 3-4 വിസിൽ അടുപ്പിക്കാം. അതിപ്പം ഇറച്ചി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, നീ ഇല്ലായിരുന്നു. എട്ടെല്ലാം പെരട്ടി കുക്കറി വെച്ച്. നമ്മൾ എവിടുന്ന് എല്ലും കപ്പ് കഴിച്ചാൽ ഇടുക്കി പോയി കഴിക്കുന്നത്. ഞാൻ ഇടുക്കി നിന്നാണ് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് എല്ലും കപ്പ് കഴിക്കുന്നതും ഇടുക്കിന്ന്. അപ്പൊ അവിടുത്തെ ഒരു ടേസ്റ്റ് അടിപൊളിയാ. ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ കുറവാ കഴിച്ചേക്കുന്നത്. ഇവിടത്തൊക്കെ കടയിൽ നിന്ന് കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് മേടിച്ചാലും അത് കപ്പ അങ്ങനൊന്നും അല്ല. കപ്പ ഇല്ല ഇതിനകത്ത്. നമുക്ക് അടുത്ത പ്രക്രിയ എന്തുവാ? ഇതെല്ലാം അങ്ങോട്ട് വഴറ്റുക. സവാള അതെല്ലാം കറക്റ്റ് ഇതിന്റെ ഒതന്റിക് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാൻ അറിയാവോ? ഒതന്റിക് എന്ന് പറഞ്ഞാൽ ഇടുക്കി ഒതന്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കണം. അതൊക്കെ അറിയാവോ? ഒതന്റിക് ഒന്നും അറിയത്തില്ല. എനിക്ക് നാച്ചുറൽ ആയിട്ടെല്ലാം ഉണ്ടാക്കി തരാം. ഇത് ആര് പറഞ്ഞു തന്നെ ഈ ഒരു ചേരുവ? അത് ഞാനാ സുശീല കുഞ്ഞമ്മയോട് ചോദിച്ചു. സത്യമായിട്ട് ചോദിച്ചോ? അല്ലെങ്കിൽ ഇടുക്കിക്കാർ ഇടിക്കും കേട്ടോ. മുത്തിനോട് ചോദിച്ചു, സുശീല കുഞ്ഞമ്മയോട് ചോദിച്ചു, സേതുവിനോട് ചോദിച്ചു. ഓക്കെ, സേതു. രംഗുവിന് അറിയാം. രംഗുവാ പറഞ്ഞു തന്നത് ലാസ്റ്റ്. അപ്പം ചീനിച്ചട്ടി വെച്ചു. രംഗുനെ സൂചിപ്പിക്കൂ. രംഗുന്റെ പുതിയ സാരി ഉണ്ട്. അവളെ സൂചിപ്പിച്ചില്ലെങ്കിൽ അവൾ എനിക്ക് തരും. ഫംഗ്ഷന് പോകുമ്പം തരും. ഇങ്ങോട്ട് ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ, ശകലം വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലുവാ. നെയ്യും ഉണ്ട്, മതി. എന്നാലും ആവശ്യത്തിന് വേണ്ട. ഇല്ല മോനെ, നമ്മൾ കടുകിടുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കടുകിടുന്നു. കടുക് പൊട്ടി. കറിവേപ്പില,
സവാള, പച്ചമുളക്, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ലാസ്റ്റ് ഇടാം. ഇതൊന്ന് വാടട്ടെ ആദ്യമേ. ഇതെല്ലാം ഇട്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ച് കേട്ടോ. വെച്ച് ശകലം ഉപ്പിട്ട് കൊടുക്കണം, അന്നേരം എളുപ്പം അങ്ങ് വാടും. ശകലം ഉപ്പിട്ട് കൊടുക്കണം, അപ്പോൾ എളുപ്പം അങ്ങ് വാടുവേ. നമ്മൾ ഇറച്ചിക്കകത്ത് ഇട്ടത് കൊണ്ട് കുറച്ച് മതി. കണ്ടോ, ഉപ്പിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ. പിന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം വരുത്തുണ്ട്. ഇത് ഇടിച്ച മഞ്ഞപ്പൊടിയാണ്, മില്ലി കൊടുത്ത് പൊടിപ്പിച്ചതാ അമ്മ, 1 കിലോ മേടിച്ച്. മാറും കണ്ടമാനം ഇട്ട് ഇങ്ങനല്ല ഇളക്കേണ്ടത്. ഇളക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. വേണ്ട എന്തോ ഇങ്ങനെ അമ്മ ഇളക്കിയേ? അങ്ങനൊന്നും അല്ല ഞാൻ ഇളക്കിയത്. മാറ്. അപ്പോഴത്തേക്ക് നമുക്ക് കപ്പ അങ്ങോട്ട് വെക്കാം. ഇത്രയും വലിയ ചരുവത്തി വെക്കുന്നത് ആ ബീഫൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തിട്ട് അങ്ങ് ഉടയ്ക്കാമല്ലോ. അല്ലേ വലിയ പാടാണ് ഇട്ട്. കണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലായിരുന്നല്ലോ. കണ്ട് ഇത്രയും മാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അപ്പം നമ്മുടെ ഉള്ളി, സവാള, അതെല്ലാം വാടിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം. അതിനകത്ത് നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇച്ചിരി ഇട്ടതാണ്. ഉറക്കം വരുന്ന പോയി കിടക്കും. വേണ്ട, ഇത് പെരിഞ്ജീരകം മാത്രം പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഗരം മസാല ഇട്ടതാണ്. ഒരു കുഞ്ഞ് സ്പൂണിന് 2 സ്പൂൺ മതി. നോക്കട്ടെ. ചുവന് മൂക്കുന്നതിന് വരെ ഇളക്കണം. അല്ല, അന്നേത് ഒന്ന് ഇളക്കുമല്ല. കൈ വയ്യാത്ത ഞാൻ അവിടെ നമ്മുടെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. വേണ്ടേ, ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് ഒരു പീസ് എടുത്ത് കണ്ടെങ്കിൽ നോക്കുമ്പോൾ നമുക്കറിയാം. കണ്ടോ വെന്ത്. അപ്പം അതിനകത്തോട്ട് ഈ അരപ്പിടുക. അരപ്പിട്ടിട്ട് കപ്പ എടുത്ത് ഇടുക. മോനിടുക കപ്പ. അമ്മ ഇട്ടാലേ ആ ഒരു ഒതന്റിക് ഫീൽ കിട്ടും. എന്തുവാ ഇതാകുമ്പോ ഇളക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഇടുവാ. നല്ല കട്ടായിട്ട്. എന്താ മണം. അത് പോയി. പിന്നെ അതല്ല എന്തോ തിന്നാൻ ഇളക്കാൻ പായിച്ചാലും അവിടെ വന്നോണ്ട് കുറ്റം പറിച്ചില്ല. ഇളക്കും മോനെ, കൈ വയ്യാത്തതാ. നല്ലോണം ഇതാണ്ട കവിക്കണേ ഉണ്ട്, കുത്തി ഇളക്കും. അങ്ങനല്ല. അത് അച്ഛനെ വിളിച്ചായിരുന്നു ഇളക്കി തന്നേനെ മോനെ. ആണോ? അപ്പം തവി മാറ്റിക്കാം മോനെ, ഇങ്ങോട്ട് മാറ്റിക്കേ. ചീനിയുടെ കണവ്, ഇത് കണവും അതേണ്ട മാറിക്കാം മോനെ. ഇത് കണയോ എന്ത് വന്നു ഇന്നതുകൊണ്ട് പറയും. മാറിക്കേ, നീ മാറിക്കേ. മോനെ ഇങ്ങോട്ട് മാറിക്കാം, മതി. പാടുള്ളത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തുവാ, കപ്പ ബിരിയാണി റെഡി ആയിരിക്കുന്നു. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് വെച്ചതാ. ദൈവമേ, കാണിച്ച് ഇട്ടേക്കത്തില്ല അല്ലെങ്കിൽ. നോക്ക് എന്തായാലും ഇത് മതിയല്ലോ. നോക്കടാ നന്ദു, ബാ ഒരു ഉപ്പ് നോക്കൂ. എങ്ങനെയുണ്ട് മോനെ? ആണോ? നീ പറഞ്ഞ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്ത്? അപ്പോൾ താങ്ക് യു. അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസ് ഞങ്ങൾ ഇനിയും വരാം അല്ലേ? തിന്ന് നോക്കട്ടെ.
ഇറക്കില്ലേ നല്ല രുചിയുണ്ട് മോനെ. കൊള്ളാം.